Ji, the Revenue Minister, for making such a wonderful speech. We are together, we are sure that we will not allow nobody to divide India a moment. We will stand steadfastly until our last breath. അവസാന ശ്വാസം വരെയും ഇന്ത്യ രാജ്യത്തെ ഡിവൈഡ് ചെയ്യാൻ അനുവദിക്കാതെ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതർവൈ സാഹിബ് വേദിയിലുണ്ട്. ഇനിയും നമ്മുടെ തെലങ്കാന മിനിസ്റ്റർ സീതക്ക ഇവിടെ സംസാരിക്കാനുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയട്ടെ, തങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നടത്തിയ ഒരു റാലിയും വാർത്താ മാധ്യമങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ പറഞ്ഞത് വെറുതാവൂല ഇൻഷാ അല്ലാഹ്. ഒരു റാലിയും ഇതേവരെ വെറുതെ ആയിട്ടില്ല, ഫലം കണ്ടിട്ടുണ്ട്. ഞാൻ ഓർമ്മിപ്പിക്കാണ്, പൗരത്വ നിയമം വന്നപ്പോ നമ്മൾ ഇങ്ങനെ കൂടിയില്ലേ? അന്ന് ഇപ്പോ ഇവിടെ ഗൗഡാജി പറഞ്ഞതുപോലെ അവിടെ ഒരു സാഗരം, ഇവിടെ ഒരു മനുഷ്യ സമുദ്രം നമ്മൾ സൃഷ്ടിച്ചു. പൗരത്വ ബില്ലിനെതിരായി പോരാടി. ആ പൗരത്വ ബില്ലിനെതിരായി റാലി നടത്തി ജനങ്ങളെ സംഘടിപ്പിച്ച് ഒരു വശത്ത് പോരാടിയപ്പോൾ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ സുപ്രീം കോടതിയിൽ വേറെ നമ്മൾ നോക്കി. പെറ്റീഷനുമായി ആദ്യം അവിടെ എത്തി. ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വക്കീലിനെ വെച്ചു, വാദിച്ചു. ഫലം കിട്ടിയോ ഇല്ലേ? ഞാൻ ഇവിടെ കൂടിയ ഓരോ ആളുടെയും ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ്. ഒരു ചെറിയ പാർട്ടി ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ നമ്മൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു, ഇന്ത്യയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. അവിടെ നമ്മൾ പോരാടി. നമ്മുടെ കേസ് ലീഡ് കേസായി. നമ്മൾ ആ നിയമ പോരാട്ടത്തിൽ പൗരത്വ ബില്ല് ഉന്തി തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോയി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും, ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഇന്ത്യ അടക്കി ഭരിക്കാമെന്ന BJPയുടെ മോഹം നടക്കാതെ പോയി. ആ പൗരത്വ ബില്ലും അറബിക്കടലിലായി. പൗരത്വ ബില്ലില്ലല്ലോ, അത് പാസ്സാക്കാനുള്ള ഭൂരിപക്ഷം അവർക്ക് ഇല്ലാതെ പോയി. അത് കഴിഞ്ഞ് വന്നിയിലെ ഏക സിവിൽ കോഡ്, അത് കഴിഞ്ഞ് വന്നിയിലെ പല ബില്ലുകളും, പിന്നെ വന്നില്ലേ മറ്റു നിയമങ്ങൾ. അവർ പാസ്സാക്കിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ. പക്ഷേ പാസ്സാക്കാൻ ശ്രമിച്ച പല നിയമങ്ങളും നമ്മളെതിരെ പോരാടി, സുപ്രീം കോടതിയിൽ പോരാടി, ജനങ്ങളുടെ ഇതുപോലെയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ച് നമ്മൾ ഫലം കണ്ടു. ഞാൻ വളരെ സന്തോഷപൂർവ്വം പറയട്ടെ, ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു. ഈ വഖഫ് ബില്ലിനെതിരായി ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു. കോഴിക്കോട്ട് ഈ റാലി നടക്കുമ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഒന്നുപോയി നോക്കാം. നമ്മൾ കൊടുത്ത കേസ്, ഇന്ത്യയിലെ പലരും കൊടുത്ത കേസ്, സംഘടനകൾ കൊടുത്ത കേസ് വെറുതെയാവുകയില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടികൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. എന്തെങ്കിലുമൊക്കെ റിസൾട്ട് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും. അങ്ങനെ പോരാടില്ലാതെ നിർവാഹമില്ലല്ലോ. ഈ വേദിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ബഹുമാനായ ഖാദർ മൊയ്തീൻ സാഹിബുണ്ട്. ആ സംസ്ഥാനം ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വേദിയിൽ കർണാടക മിനിസ്റ്റർ ഇപ്പൊ പ്രസംഗിച്ചു പോയി. കോൺഗ്രസ് ഇതിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കോഴിക്കോടിന്റെ ചരിത്രം, രാജ്യത്തിന്റെ ചരിത്രം, ഇവിടുത്തെ ജനങ്ങളുടെ ചരിത്രം, ഈ കടലിന്റെ ചരിത്രം, ഈ കടലിലൂടെ വന്നവരുടെ ചരിത്രം, ഈ നാട് ഭരിച്ചവരുടെ ചരിത്രം, എല്ലാവരുടെയും ചരിത്രം. അതിന് വിരുദ്ധമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഏകാധിപത്യ ഭരണത്തെ നമ്മൾ അനുവദിക്കുകയില്ല. പല്ലും നഖവും ഉപയോഗിച്ച് എല്ലാ നിലയിലും ജനങ്ങളെയും പാർലമെന്റിലും അകത്തും പുറത്തും നിയമവേദികളിലുമൊക്കെയായി നമ്മൾ പോരാടും.
ഈ വഖഫിനെതിരായുള്ള പോരാട്ടം ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ഒരു അവകാശം, ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായം മുസ്ലിം സമുദായം അവർക്ക് ഭരണഘടന അറിഞ്ഞുകൊടുത്ത അവകാശം, വിശ്വാസത്തിന്റെ ഭാഗം അത് സംരക്ഷിക്കാനുള്ള പോരാട്ടം. അതിനിടയിൽ ഇവിടെ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തുന്ന ഒരു കേരള ഗവൺമെന്റ് ഉണ്ട്, നമുക്കറിയാം. അവർക്ക് ആ ഒരു നോട്ടേ ഉള്ളൂ. ഓണത്തിന്റെ ഇടയിൽ പുട്ടുകച്ചവടം നടത്താൻ വേണ്ടി അന്ന് തികഞ്ഞ സദ്യ ഉണ്ട്. അന്ന് പിന്നെ തെരുവിൽ പുട്ടുകച്ചവടത്തിന്റെ ആവശ്യമില്ല എന്ന നിലക്കാണ് ആ പഴമൊഴി. രാജ്യത്തെ ന്യൂനപക്ഷം ഈ വഖഫ് നിയമത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുമ്പോ തങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ കുറുക്കന്റെ കണ്ണുമായി അതിൻ്റെ ഇടയിൽ എന്ത് രാഷ്ട്രീയ ലാഭം കിട്ടുമെന്ന് നോക്കാൻ നടക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ്, ഈ LDF ഗവൺമെന്റ്, ബഹുമാനപ്പെട്ട തങ്ങളിവിടെ പറഞ്ഞില്ലേ മുൻപത്തെ പ്രശ്നം 5 മിനിറ്റോട് പരിഹരിക്കാൻ. വഖഫ് വിട്ട് വരട്ടെ, അപ്പത്തീരും മുനമ്പം പ്രശ്നം എന്ന് പറഞ്ഞ് താങ്ക്സ് മോഡിക്ക് നന്ദി എന്ന് പറഞ്ഞ് അവിടെ സംഘടിപ്പിച്ച പരിപാടിക്ക് കിരൺ റിജിജുവിനെ കൊണ്ടുവന്നിട്ട് അവസാനം ഉണ്ടായതും ആ മന്ത്രി ഇവിടെ വന്ന് സത്യം പറഞ്ഞു, വഖഫ് ബില്ലും മുനമ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ വന്ന് പറഞ്ഞു. അതിനല്ലേ ഷെയ്ഖ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആദ്യം പറഞ്ഞത്, ഞങ്ങൾ ഈ പ്രശ്നം ഇവിടെ തീർക്കണം. 5 മിനിറ്റ് മതി കേരള ഗവൺമെന്റ് വിചാരിച്ചാൽ, പക്ഷെ തീർക്കൂല. ഞാനതാണ് പറഞ്ഞത്. ഇതിനിടയിൽ അവരുടെ നോട്ടം എന്ന് പറയുന്നത് അല്പം രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ്. ഇപ്പൊ ഈ പ്രശ്നം വഖഫ് ട്രിബ്യൂണലിൽ തീരുമെന്നായപ്പോ തീരാതിരിക്കാൻ വേണ്ടി, നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, അതാണ് തങ്ങളിവിടെ പറഞ്ഞത്, അവസാനം പോയി പെനാൽറ്റി അടിക്കാൻ വേണ്ടി കാത്തിരിക്കാൻ ഇലക്ഷൻ വരെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും. ആലോചിച്ച് നോക്കൂ, ഇതൊരു വേണ്ടാത്ത പണിയല്ലേ കേരള ഗവൺമെന്റ് ചെയ്യുന്നത്? കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന അതേ പണി തന്നെയാണ്. എന്തിനാണ് കേന്ദ്ര ഗവൺമെന്റ് ഈ നിയമമൊക്കെ കൊണ്ടുവരുന്നത്? മുസ്ലിങ്ങളെ നന്നാക്കാനാണോ? അല്ല, സാമുദായിക വികാരം ആളിക്കത്തിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തിനാണ് കേരള ഗവൺമെന്റ് മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോണത്? മുസ്ലിം സംഘടനകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു പ്രശ്നം തീർക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾ പറയുന്നു, അത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വഹിച്ചു തരണം. അതിലാർക്കും തർക്കമില്ല. ആർക്കാ തർക്കം? ആരാണ് ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്? ഒരു സംശയവും വേണ്ട, അത് ചെയ്യുന്നത് കേരള ഗവൺമെന്റാണ്. പ്രശ്നം തീർക്കാതെ അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രശ്നം തീർക്കാതെ കൊണ്ടുപോവുകയാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ആളുകൾക്ക് ബുദ്ധിയില്ല. അരക്കായി കിരിയോത്തോലാണ് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിച്ച അവസാനമായിട്ട് ഇലക്ഷനിൽ വോട്ട് എതിരായി കുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ എന്നുള്ളത് ഞങ്ങൾ അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാണിച്ചു തരാം. അവർക്കൊരു കാരണമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞില്ലേ, ക്രിസ്തീയ സഭകളുമായി ഞങ്ങൾ ഇനിയും സംസാരിക്കും. അവർക്ക് ഈ പ്രശ്നം തീരണമെന്നേ ഉള്ളൂ. അവർ വീണ്ടും പറഞ്ഞു. എന്നാൽ ആ പ്രശ്നം തീർക്കാതെ മോഡി കാളക്കൂട്ടി UDFന് വോട്ട് ചെയ്യുന്ന, ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന 2 പ്രബല ന്യൂനപക്ഷങ്ങളെ തമ്മിലടിപ്പിക്കണം എന്ന ഒറ്റ ചിന്ത മാത്രമേ ഈ ഇടതുപക്ഷ ഗവൺമെന്റിനുള്ളൂ. ഇതൊരു നല്ല കാര്യമല്ല. സാമുദായികമായി ചേരിതിരിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് BJP നടത്തുന്ന അതേ പണി ഈ വഖഫിന്റെ പേരിൽ ഈ മുനമ്പം പ്രശ്നം നീട്ടിക്കൊണ്ടുപോയി ഇവിടെ ചെയ്യാനാണ് കേരള ഗവൺമെന്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ബഹുമാനപ്പെട്ട തങ്ങളുടെയും തങ്ങന്മാരുടെയും പാരമ്പര്യം കൊണ്ട്, ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയ ആ പാരമ്പര്യം കൊണ്ട്, മതേതരത്വത്തിന്റെ കരുത്ത് കൊണ്ട് ഞങ്ങൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത് നടക്കാൻ പോവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ ഈ പറഞ്ഞ പ്രബല മതവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങൾക്ക് അവിടെ എത്ര വോട്ട് കിട്ടും എന്ന് നമുക്ക് കുരുക്ഷേത്രത്തിൽ കാണാം. കാത്തിരുന്നോ? ഞങ്ങളെ അവിടെ നിങ്ങളെ പൊട്ടുകുത്തിച്ചു നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും തോറ്റിരുന്നു. ഇവിടെ തോറ്റ് തുന്നമ്പാറും തൊപ്പിയിടും എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയം വേണ്ട. അപ്പൊ അതുകൊണ്ട് ഈ ജനകീയ ശക്തി ഇന്നൊരു സാഗരം തന്നെ നമ്മളിവിടെ തീർക്കും. ഒരു മഹാറാലി, ഒരാഴ്ച മുമ്പ് ആഹ്വാനം ചെയ്ത മഹാറാലി, ഒരു പ്രചരണവും കൂടാതെ
അറബിക്കടൽ പോലെ ഇരമ്പുന്ന ഒരു ജനസഞ്ചയം ഇവിടെ എത്തും. കോടതി ഇന്നെടുത്തു കേസ്, നാളെയുമുണ്ട് കേസ്. ഒരു നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് അങ്ങനെ അങ്ങ് കയറി നിരങ്ങാൻ കേന്ദ്ര ഗവൺമെന്റിന് പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ഞങ്ങളെ കേസ് കൊണ്ട് സാധിക്കും. അതിനുള്ള ഒരു നന്മ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. ഈ റാലി വിജയം കാണും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.